അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ലിപ്പ് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ലിപ്പിൻ്റെ ഒരു ലെങ്ത് വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ജസ്റ്റ് അതിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ച് ഒന്ന് മാർക്ക് ചെയ്യുക. ഒരു റെഫറൻസിന് വേണ്ടിയാണ്. അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു കർവിങ് പോലെ വരയ്ക്കുക. ചുണ്ടിൻ്റെ മോൾ ഭാഗമാണ് വരയ്ക്കുന്നത്. എന്നിട്ട് ആ വരയുടെ എഡ്ജും ആ കർവും തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. മേൽചുണ്ടിൻ്റെ ഒരു പോർഷനാണ് ഇപ്പോൾ വരച്ചത്. അടിയിൽ സെയിം തന്നെ ഒരു ചെറിയൊരു കർവ് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. രണ്ട് ചുണ്ടിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ടാകും. അതൊരു ചെറിയൊരു കർവ് പോലെ ആയിരിക്കുക. അതും ഒന്ന് അടയാളപ്പെടുത്തി രണ്ട് സൈഡ് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഒരു ചുണ്ടിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു ചുണ്ടിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഒരു നോർമൽ ഗ്രേഡ് കുറഞ്ഞൊരു പെൻസിലെടുത്ത് ജസ്റ്റ് ആദ്യം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഒരു റൈറ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വന്ന പോലെ നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കുറച്ച് ഡാർക്കായിരിക്കും, ലൈറ്റ് വന്ന സൈഡ് കുറച്ച് ലൈറ്റായിരിക്കും. അപ്പോൾ അതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ അടിയിലും ഷെയ്ഡ് ചെയ്ത് കറക്റ്റ് ചെയ്യുക. അപ്പോഴും ലൈറ്റിൻ്റെ ഒരു ഇത് നോക്കണം. ലൈറ്റിൻ്റെ ഹൈലൈറ്റ് പോർഷൻ നമ്മളെപ്പോഴും വിട്ടുപോകാൻ നോക്കുക. അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയർ പോലെ നമ്മൾ ചെയ്യുക. ഫുള്ളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഓരോ ഗ്രേഡ് കൂടിയ പെൻസിൽ വെച്ച് ലെയർ ബൈ ലെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഹൈലൈറ്റ് പോർഷൻ ഷെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് വിട്ട് വെച്ച് തന്നെ ഷെയ്ഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അവസാനമാകുമ്പോഴേക്ക് നമുക്ക് ഹൈലൈറ്റ് കുറച്ച് എളുപ്പമായിരിക്കും. കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ പെൻസിൽ വെച്ച് വീണ്ടും ഒന്ന് ഔട്ട്ലൈൻ ഡാർക്കാക്കുക. ഷെയ്ഡും കൂടി ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി ഗ്രേഡ് കൂടി പെൻസിൽ വെച്ച് ഫുള്ള് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. ഇനി ഇതിൻ്റെ മുകളിൽ ഒന്നോ രണ്ടോ ഗ്രേഡ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാണാൻ കുറച്ചും കൂടി ഭംഗിയാവും. ചുണ്ട് വരയ്ക്കുമ്പോൾ എപ്പോഴും ലൈറ്റിൻ്റെ ഹൈലൈറ്റ് പോർഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ലിപ്പിനുണ്ടാകുന്ന ചെറിയ ചെറിയ ലൈൻസ് അത് ഞാൻ അതിനകത്ത് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക, അതുപോലെ വരയ്ക്കാൻ നോക്കുക. ഫുള്ള് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് അടുത്ത ലെയർ ചെയ്യുക, അതും ബ്ലെൻഡ് ചെയ്ത് 3 ലെയറും ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ലൈൻസ് ചുണ്ടുമ്പോൾ ഒരു ലൈൻസ് ഉണ്ടാവുമല്ലോ, അത് നമ്മളൊന്ന് അടയാളപ്പെടുത്തി വിടാം. അതൊന്നിട്ട് ഹൈലൈറ്റ് ചെയ്തിടണം. അത് മൊത്തം ഒന്ന് ഫുള്ള് വരയ്ക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ ലൈൻ വരച്ചു കൊടുക്കാം. മെയിനായിട്ട് ആ സെൻറ്റർ പോർഷനിൽ, അതായത് അടിച്ചുണ്ടിലായിരിക്കും കൂടുതൽ ലൈൻസ് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വരയ്ക്കുക. ഹൈലൈറ്റ് വിടാണ്ട് നോക്കി വരയ്ക്കുക. കുറച്ചുകൂടി ഡാർക്ക് ഗ്രേഡ് എടുത്ത് വീണ്ടും നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഡാർക്കർ ഏരിയാസൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. രണ്ട് ചുണ്ടിൻ്റെ ഗ്യാപ്പ് കുറച്ച് ഡാർക്കറായിരിക്കുള്ളൂ. പിന്നെ മറ്റേ ലൈൻ ഇട്ട് കൊടുത്തത് ഒന്നും കൂടി ഡാർക്കറായി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫീൽ ചെയ്യും. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ചുണ്ടിൻ്റെ ഒരു ഫീല് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഹൈലൈറ്റ് പോർഷനും ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആയി കഴിയുമ്പോൾ നമുക്കൊരു നല്ലൊരു ഔട്ട്ലുക്ക് കിട്ടും. ഡാർക്കർ പോർഷൻസൊക്കെ നമ്മളൊന്ന്
ഷെയ്ഡ് ചെയ്ത് ഡാർക്കറായി കൊടുക്കാം. ഇപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ലുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഹൈലൈറ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഡാർക്കറാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ മുകളിലുള്ള ഷെയ്ഡും അടിയിലുള്ള ഷെയ്ഡും കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ചുണ്ട് കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഹൈലൈറ്റ് പോർഷൻ നമ്മൾ ഇറേസ് ചെയ്ത് കളയുന്നുണ്ട്. ചുണ്ടിൻ്റെ രണ്ട് എൻഡ് പോർഷൻ നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിടാം. ആ ഒരു ചെറിയൊരു മടക്ക് പോലെ ഉണ്ടാവും അവിടെ, അതൊന്ന് ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിടാം. പിന്നെ എഡ്ജിൽ കുറച്ച് ഡാർക്കായിരിക്കും, ആ ഡാർക്ക് നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്ത് റെഡിയാക്കി വയ്ക്കാം. രണ്ട് സൈഡും ഷെയ്ഡ് ചെയ്ത് കുറച്ച് ഡാർക്കായി കഴിയുമ്പോൾ തന്നെ കുറച്ചും കൂടി എടുത്തറിയാൻ പറ്റും. അപ്പോൾ ആ ലൈൻസിൻ്റെ ഹൈലൈറ്റും കാര്യങ്ങളും നമ്മൾ ഇട്ടുകൊണ്ട് നോക്കാം. മാക്സിമം ഷെയ്ഡിൽ തന്നെ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ചുണ്ടിൻ്റെ മുകൾ വശത്ത് ഒരു ചെറിയൊരു മടക്കുണ്ടാകും, അതൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കണം. അതുപോലെ അടിച്ചുണ്ടിൻ്റെ അടിയിൽ ഒരു മടക്കുണ്ടാകും, അതും ഷെയ്ഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചുണ്ടിൻ്റെ ഒരു ഫീൽ കിട്ടും. ഷെയ്ഡിങ്ങിലാണ് ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഓരോ ലെയർ ചെയ്യുമ്പോഴും കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യാൻ നോക്കാം. അടിച്ചുണ്ടിൻ്റെ അടിഭാഗത്താണ് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ചുണ്ടൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കാം, എഡ്ജസ്, എന്നിട്ട് പയ്യെ ബ്ലെൻഡ് ചെയ്ത് കറക്റ്റ് ചെയ്തിടാം. ഇപ്പം ചുണ്ടിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഭാഗം ഫില്ലായിട്ടുണ്ട്. ബാക്കി ഹൈലൈറ്റ് പോർഷനൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിടാം. ഇത്രയും പരിപാടിയുള്ളൂ. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ നോട്ട്സ് വരയ്ക്കണ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. എൻ്റെ ഫൈനൽ ഔട്ട് ഞാൻ അവസാനം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ.